അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ ഇന്ന മൗലാ ലി അബ്ദുല്ലാഹി ഇബ്നു അംർ, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മൗല, ബഹുമാനപ്പെട്ടവരുടെ വേലക്കാരൻ വഹബ് ഇബ്നുൽ മുനബ്ബിഹ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഇന്നി ഉരീദു അൻ നുഖീമ ഹാദ അശ്ശഹറ ഹാഹുനാ ബിബൈത്തിൽ മുഖദ്ദസ്. പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ഫലസ്തീനിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഫലസ്തീൻ സന്ദർശിക്കാൻ ഭാഗ്യമുണ്ടായപ്പോ, നമ്മുടെ ആദ്യത്തെ ഖിബ്ലയായ മസ്ജിദുൽ അഖ്സായിലേക്ക് വന്നപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ മൗല, അന്നവിടെ ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭനായ പണ്ഡിതനാണ് വഹബ് ഇബ്നുൽ മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു. അവരോട് പറഞ്ഞു, ഞാൻ ഈ പള്ളിയിൽ ഒരു മാസം താമസിച്ചോട്ടെ, ഒരു മാസം ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഒരിഷ്ടം തോന്നി, അള്ളാഹിന്റെ പള്ളിയല്ലേ, ആദ്യത്തെ ഖിബ്ലയല്ലേ, നമുക്കൊക്കെ അവിടെയൊക്കെ ചെന്ന് കാണാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മസ്ജിദുൽ അഖ്സയിലേക്കാ വന്നിരിക്കുന്നത്, ഞാൻ ഇവിടെ ഒരു മാസം താമസിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട വഹബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഒരു മാസം നിന്റെ കുടുംബം കഴിയാനുള്ള ഭക്ഷണം, നിന്റെ കുടുംബത്തിന് ആവശ്യമുള്ളതൊക്കെ നാട്ടിൽ കൊടുത്തേൽപ്പിച്ചിട്ടാണോ ഈ വന്നത്? ഒരു മാസം ഞാൻ നിൽക്കാം. മാസങ്ങളോളം ദീനിന്റെ പേരിലൊക്കെ യാത്ര പോകുന്ന ആളുകൾ സ്വന്തം കുടുംബത്തിന്റെ കാര്യങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട്. ഒരു മാസം നീ നിൽക്കുകയാണല്ലേ, നിന്റെ കുടുംബം നോക്കാനും നിന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുമുള്ള സംവിധാനം നീ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആര്? മഹാനായ അല്ലാമ വഹബ് ഇബ്നുൽ മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു. അയാൾ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു അംർ തങ്ങളുടെ മൗലയാണ് ഈ വിഷയം. അദ്ദേഹം പറഞ്ഞു, ലാ, അതൊന്നും അറിയില്ല, ഞാനിവിടെ ഒരു മാസം നിൽക്കാൻ തീരുമാനിച്ചു. എന്തെങ്കിലുമൊക്കെ ബ്രെഡോ കറിയോ ഈത്തപ്പഴോ വെള്ളമൊക്കെ ഇവിടെ കിട്ടുമല്ലോ, ഞാൻ പിടിച്ചു നിന്നോളാം. അപ്പൊ കുടുംബത്തിന് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഫർജിഅ ഇലാ അഹ്ലിക ഫത്റുക് ലഹും മാ യഖൂതുഹും. നീ വീട്ടിലേക്ക് പോ, നിന്റെ വീട്ടുകാർക്ക് ഒരു മാസം കഴിയാനുള്ള ഭക്ഷണം, അവർക്കുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ ശേഷമേ ഇങ്ങനെ ഒരു പണിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഫഇന്നി സമിഅതു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, മുത്തനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുളയ്യ മൻ യഖൂത്. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മയാണ്, ഏറ്റവും വലിയ തിന്മ, വലിയ തിന്മയാണ് താൻ ചെലവ് കൊടുക്കേണ്ട ആളുകൾക്ക് ചെലവ് കൊടുക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ കുറ്റമാണെന്ന് മുത്തനബി പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചു പോ നിന്റെ നാട്ടിലേക്ക്. ഒരു മാസം നിൽക്കാൻ ഇവിടെ വന്നിരിക്കുകയാണോ, ഒരു മാസം കഴിയാൻ വീട്ടുകാർക്കൊന്നും ചെയ്തു കൊടുക്കാതെ തിരിച്ചുപോ എന്ന് പറഞ്ഞയച്ചിട്ടുണ്ട് ഈ ശരീഅത്തിന്റെ ഉലമാ. എന്തിന്? ചെലവിന് കൊടുക്കാനുള്ള ഏൽപ്പിച്ച മക്കള്, ഭാര്യ, ജീവിച്ചിരിപ്പുള്ള ആശ്രിതരില്ലാത്ത മാതാപിതാക്കൾ, ജ്യേഷ്ഠനൊന്നുമില്ല, ഇയാളെന്നെ നോക്കേണ്ടത്. അങ്ങനത്തെ ആളുകൾക്ക് ചെലവിന് കൊടുക്കാൻ കഴിയുമായിരിക്കെ അതിൽ അശ്രദ്ധ വരുത്തുന്നതോ, ജോലി ചെയ്യാൻ പോവാതിരിക്കുന്നതോ, വീട്ടിൽ കുത്തിയിരിക്കുന്നതോ ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളിൽ ധാരാളമാണെന്ന് മുത്തുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം